സഹോസ് ഗുഡ് ഈവനിങ്, ഗോഡ് ബ്ലസ് യു. ഇന്ന് ഞായറാഴ്ച, ഇപ്പോൾ ഒരു 4:45 5 മണി ആകാറായ സമയം. തൊടുപുഴ നെടികാടുള്ള പള്ളിയിൽ വരെ പോവാണ്. അവിടെ നമ്മുടെ സഹോസിന് വേണ്ടി ചെറിയൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് അറിയാത്തില്ല എന്നെ ആവുന്ന അവസ്ഥ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ചെറിയ ആക്ടിവിറ്റീസിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിൽ കിട്ടിയ ഒരു കാര്യം ഇതാണ്. ഇങ്ങനെ നമ്മുടെ പേപ്പർ ഗ്ലാസ് വെച്ചുള്ള ചെറിയ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാമെന്ന് മനസ്സ് വിചാരിച്ചു. ഇൻ കേസ് ആക്ടിവിറ്റി പൊളിഞ്ഞാൽ അവിടെ വരുന്ന സഹോസിന് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഈ ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ട് കൽപ്പിച്ച് പോവാണ്. കുറച്ച് നാളായി ഇങ്ങനെ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയിട്ട്. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പോവാണ്. എന്താകുമെന്നൊന്നും അറിയില്ല, ഏതായാലും പോയി നോക്കാം. ഓക്കെ, സഹോസ് തിരിച്ച് ആശ്രമത്തിലെത്തി. നമ്മൾ വ്ലോഗ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞാൻ അല്പം താമസിച്ചാണ് ഇവിടുന്ന് പോയത്. അതുപോലെ തന്നെ അവിടെ ചെന്ന ഉടനെ തന്നെ നമുക്ക് വ്ലോഗ് ചെയ്യാൻ അത് പെട്ടെന്ന് അങ്ങ് വിട്ടുപോയ കാര്യം, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് ആശ്രമത്തിൽ വന്നു. ഞാൻ മഴയൊക്കെ ആയിരുന്നേ, അപ്പോൾ അതുകൊണ്ട് റെയിൻ കോട്ടിലൊക്കെ. അപ്പോൾ വന്ന ഉടനെ തന്നെ കോട്ട് പോലും മാറിയില്ല. ഒരു കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഇന്നത്തെ സംഭവത്തെക്കുറിച്ച്, ഇന്ന് നടന്ന പ്രോഗ്രാമിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് കിടക്കണമെന്ന് ഒരാഗ്രഹം, അതുകൊണ്ട് നിൽക്കുകയാണ്. സ്നേഹമുള്ളവരെ, നെടികാട് പള്ളിയിലാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്ലാസ്സൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യം വന്നില്ല, അവിടെ ആവശ്യം വന്നില്ല, അവിടെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. നമ്മൾ അവിടെ കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അവർക്ക് ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ മഴയായിരുന്നു. തിരിച്ചു വന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെട്ടെന്ന് ക്ലാസ്സിലോട്ട് കയറേണ്ടതുകൊണ്ട് പിന്നെ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് നെടികാട് പള്ളിയിൽ വികാരിയച്ഛന് തോമസ് അച്ഛനും പിന്നെ അവിടെ ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ അച്ഛനുണ്ട്. ഇവർ രണ്ടുപേരുടെയാണ്, വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ വെട്ടിക്കുഴിച്ചാലിൽ അച്ഛനാണ് ഇത് അറേഞ്ച് ചെയ്തത്. ഏകദേശം 50-ലധികം യൂത്ത് വന്നു. എൻ്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയത്തില്ല, അത് അവരോട് തന്നെ ചോദിക്കുക. ഓക്കെ, കുഴപ്പമില്ലാതെ ചെയ്തെന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കിടക്കുന്നതിന് മുമ്പ് പറയണം, അല്ലാതെ നാളെ പോയി വിട്ടുപോകും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, അവരെല്ലാവരും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 മാസത്തിന് ശേഷം ഞാനൊരു ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ടാവും, പക്ഷേ അവർ വളരെ ശ്രദ്ധിച്ച് ഇരുന്നു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനുശേഷമുള്ള ആരാധനയുടെ സമയത്തും കുമ്പസാരത്തിൻ്റെ സമയത്തെല്ലാം അവർ സജീവമായിട്ട് പങ്കെടുത്തു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ്, എന്നുവെച്ചാൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടേ കുറച്ച് ഷെയറിങ്, കുറച്ച് സംസാരങ്ങൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു നല്ലൊരു സമയമായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോസ്, എല്ലാവിധ ആശംസകളും കേട്ടോ. നല്ലൊരു ദിവസമായിരുന്നു എനിക്ക്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സ്പിരിറ്റിൽ മുന്നോട്ട് പോവുക. ഗോഡ് ബ്ലസ് യു. ഇനി രണ്ടാമത് നമ്മുടെ തോമസ് അച്ഛനുണ്ടായിരുന്നു, പിന്നെ ഒരു ജേക്കബ് അച്ഛനുണ്ടായിരുന്നു. ആ ഇടവകയിൽ തന്നെ OSB അച്ഛനുണ്ടായിരുന്നു കുമ്പസാരിപ്പിക്കാൻ. പിന്നെ ജെഫിൻ ബ്രദർ ഉണ്ടായിരുന്നു, രൂപതയ്ക്ക് വേണ്ടിയുള്ള പട്ടം കിട്ടാനുള്ള ഒരു ബ്രദർ അവിടെ പഠിക്കുകയാണ്. അപ്പോൾ ആളുണ്ടായിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു കൂട്ടം. ഞാൻ ഇത്ര വൈകാൻ കാരണം, ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കുറച്ച് സംസാരിച്ചിരുന്ന്, അതാണ് വൈകാൻ കാരണം. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. ഒരുമിച്ച് സംസാരിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെ അതൊരു പൗരോഹിത്യത്തിൻ്റെ കൂട്ടായ്മയുടെ ഒരു നല്ലൊരു അനുഭവം. എനിക്ക് തോന്നുന്നു ജോസഫ് വെട്ടിക്കുഴിച്ചാലിൽ അച്ഛൻ ഒത്തിരി നല്ലൊരു ത്യാഗം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടുകാരെ, ഈ സഹോദരന്മാരെയൊക്കെ ഒരുമിച്ച് വിളിക്കാനൊക്കെ ആയിട്ട് എളുപ്പമല്ലല്ലോ. അപ്പോൾ ഇനിയും മുന്നോട്ട് പോവുക. അപ്പോൾ നെടുകാട് ഇടവകയ്ക്ക് എല്ലാവിധ ആശംസകളും. യുവജനങ്ങളെ, സഹോസ്, നിങ്ങളാണ് സഭയുടെ ഭാവി, ഇടവകയുടെ ഭാവി. അപ്പോൾ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് 1 മിനിറ്റ് ഒന്നുകൂടെ നിൽക്കണേ, ഇപ്പോൾ വരാം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിരിയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്റെ സ്നേഹത്തിനും പരിപാലനയ്ക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നീ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നല്ല ദൈവമേ, പ്രത്യേകമായി ഇന്നത്തെ ഒരു ദിവസം ഈ ഇടവകയിൽ പോകാനും അവരോട് സംസാരിക്കാനും
നീ നൽകിയ അവസരത്തെ ഓർത്തെന്ന് പറയുന്നു. പ്രത്യേകമായി ഇടവകയ്ക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ട വികാരിയച്ഛനും കൊച്ചച്ഛനും വേണ്ടിയും അവിടെ സേവനം ചെയ്ത സിസ്റ്റേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, വിഷമഘട്ടങ്ങളിലും വേദനകളിലും ഇതിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപാവരം ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്കും നൽകണമേ. പരിശുദ്ധ അമ്മേ, പ്രത്യേകമായി യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃതി ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സഹോസ്.